നമ്മളിന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് വെബ് പേജസ് ആണ്. അതായത് നമ്മളിപ്പോൾ വെബ് പേജ് എന്താണെന്ന് പറഞ്ഞു, ഹോം പേജ് എന്താണെന്ന് പറഞ്ഞു, വെബ് പേജ് ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഇനി എന്തൊക്കെ തരം വെബ് പേജുകളാണുള്ളത്? മെയിനായിട്ട് രണ്ട് ക്ലാസിഫിക്കേഷനുള്ളൂ. ഒന്ന് സ്റ്റാറ്റിക് വെബ് പേജും ഒന്ന് ഡൈനാമിക് വെബ് പേജും. ഫസ്റ്റ് വൺ സ്റ്റാറ്റിക് വെബ് പേജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്ലാറ്റ് ഓർ സ്റ്റേഷനറി വെബ് പേജ് എന്നാണ് പറയുക. അതായത് സ്റ്റാറ്റിക് ഇൻഫർമേഷൻസ് കണ്ടെയ്ൻ ചെയ്യുന്നതാണ് സ്റ്റാറ്റിക് വെബ് പേജ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ മോഡിഫിക്കേഷൻസും അല്ലെങ്കിൽ ഇൻ്ററാക്ഷൻസും ഒന്നും നടത്തേണ്ട ആവശ്യം ഇല്ല, അല്ലെങ്കിൽ നടത്താൻ കഴിയില്ല. അത്തരത്തിലുള്ള വെബ് പേജിനെയാണ് സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുന്നത്. ഇത് അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ വെബ് പേജ് ആരാണോ ഉണ്ടാക്കിയത് അയാൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അതോ ടെക്സ്റ്റ് എഡിറ്ററോ വെബ് എഡിറ്റിംഗ് ടൂൾസോ യൂസ് ചെയ്തുകൊണ്ട് അതുണ്ടാക്കിയ ആൾക്ക് മാത്രമേ ആ വെബ് പേജിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകൾ, സ്റ്റാറ്റിക് വെബ് പേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോസ്റ്റ് ഇഫക്റ്റീവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചേഞ്ചസ് ഒന്നും ഇടയ്ക്കിടയ്ക്ക് വരുത്തേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ പബ്ലിക് ഇൻഫർമേഷൻസിനാണ് ഇത്തരത്തിലുള്ള വെബ് പേജുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് HTML യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സ്റ്റാറ്റിക് വെബ് പേജുകൾ ഉണ്ടാക്കുക. നെക്സ്റ്റ് വണ്ണാണ് ഡൈനാമിക് വെബ് പേജ്. ഡൈനാമിക് വെബ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സമയത്തും ഓരോ ഇൻഫർമേഷൻസ് കൊടുക്കുന്ന വെബ് പേജുകളെയാണ് നമ്മൾ ഡൈനാമിക് വെബ് പേജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ വെബ് പേജിലുള്ള കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അതിൽ തന്നെ ഉണ്ടാവും. അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ മാതൃഭൂമി, ഇന്ത്യൻ എക്സ്പ്രസ് അങ്ങനെയുള്ള പത്രങ്ങളുടെയൊക്കെ വെബ് പേജുകൾ, വെബ്സൈറ്റുകൾ ഒക്കെ ഇതിനൊരു എക്സാമ്പിളാണ്. ഇവിടെയൊക്കെ എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഇൻഫർമേഷൻസിൽ ചേഞ്ച് വരും, കണ്ടൻറ്റ് ക്വിക്കായിട്ട് ചേഞ്ച് ആവും. അതേപോലെ തന്നെ യൂസേഴ്സിനും അതിൽ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള വെബ് പേജുകളാണ് ഡൈനാമിക് വെബ് പേജ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത് രണ്ടുമാണ് വെബ് പേജിൻ്റെ മെയിനായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെബ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഒരു വെബ് പേജ് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ഗൈഡ് ലൈൻസ് ഉണ്ട്, എന്തൊക്കെ റൂൾസ് ഉണ്ട്, എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വെബ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. വെബ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം അല്ലെങ്കിൽ W3C എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ് ഒരു വെബ് പേജിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വെബ് സ്റ്റാൻഡേർഡ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെക്നിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വെബ് പേജുകളും എല്ലാ തരം ഡിവൈസുകളിലും ഓപ്പൺ ആവുക, അതേപോലെ തന്നെ എല്ലാ പ്ലാറ്റ്ഫോമിലും ഒരേപോലെ ഷോ ആവുക, അത്തരം ആവശ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെബ് പേജുകൾ വെബ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതേപോലെ തന്നെ വെബ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിന് ഗൈഡ് ലൈൻസ് ആയിട്ടും ഈ വെബ് സ്റ്റാൻഡേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് 5 വെബ് സ്റ്റാൻഡേർഡുകളുള്ളത്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വണ്ണാണ് HTML, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒരു വെബ് പേജ് ഉണ്ടാക്കുന്നതിൻ്റെ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഈ ഒരു ലാംഗ്വേജിലാണ് നമ്മൾ വെബ് പേജ് എഴുതുക. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു മൊഡ്യൂളായിട്ട് പഠിക്കാനുണ്ട്. ആ സമയത്ത് കൂടുതൽ ഡിസ്കസ് ചെയ്ത് വരാം. ഒരു വെബ് പേജിൽ എന്തൊക്കെ കണ്ടൻറ്റ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഈ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജാണ്. നെക്സ്റ്റ് വണ്ണാണ് XML, എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്. എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HTML തന്നെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് വരുന്നത്. ഈ HTML ഇല്ലാത്ത പുതിയ ടാഗുകൾ, അതേപോലെ കസ്റ്റമൈസ്ഡ് ടാഗുകളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഈ XML എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് പേഴ്സണലി ഡിഫൈൻ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇത് തരുന്നുണ്ട്. HTML ഓൾറെഡി ഉള്ള കുറേ ടാഗുകളാണ് അതിൻ്റെ കണ്ടൻറ്റൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷേ XML ആകുമ്പോൾ നമുക്ക് പേഴ്സണലി തന്നെ ഓരോന്ന് ഡിഫൈൻ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് CSS, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ XML ഉം HTML ഉം അതിലെ കണ്ടൻറ്റ് കാര്യം പറയുമ്പോൾ CSS അതിൻ്റെ സ്റ്റൈൽ എങ്ങനെ വേണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ വേണം എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡാണ്. അതായത് അതിൻ്റെ മൊത്തത്തിലുള്ള
സ്റ്റൈല്, അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു കണ്ടൻറ്റ് എങ്ങനെ ഡിസ്പ്ലേ ആവണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡാണ് സി എസ് എസ് എന്നുള്ള സ്റ്റാൻഡേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡാണ്. ഈ സ്റ്റാൻഡേർഡാണ് നമ്മുടെ വെബ് പേജിൻ്റെ സ്റ്റാൻഡേർഡിനെ ഡിഫൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് DOM, ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ. നമ്മുടെ വെബ് പേജിനൊരു ഡൈനാമിക് ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരാനാണ് ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ എന്ന് ഒബ്ജക്റ്റ് മോഡൽ എന്നുള്ള സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വെബ് പേജിൽ കുറേ കണ്ടൻറ്റുകൾ ഉണ്ടാവും, കുറേ ഒബ്ജക്ട്സ് ഉണ്ടാവും. അതിൻ്റെയൊക്കെ ഒരു പ്രോഗ്രാമിംഗ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ എന്നുള്ള സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്നതോടെ തന്നെ നമ്മുടെ വെബ് പേജിൻ്റെ ഡോക്യുമെൻ്റ് ആവട്ടെ, വെബ് പേജിലെ ഒബ്ജക്ട്സ് ആവട്ടെ, അതിൻ്റെയൊക്കെ സ്ട്രക്ചറും സ്റ്റൈലും ഒക്കെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് വണ്ണാണ് ECMA സ്ക്രിപ്റ്റ്, അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് വേർഷൻ ഓഫ് ജാവ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡോക്യുമെൻറ്റിൽ മാനിപ്പുലേഷൻസ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ECMA സ്ക്രിപ്റ്റ് ഉദ്ദേശിക്കുന്നത്. ഇതിലാണ് ജാവ സ്ക്രിപ്റ്റ്, മൈക്രോസോഫ്റ്റ് JS സ്ക്രിപ്റ്റ് ഒക്കെ ഉൾക്കൊള്ളുന്ന കുറേ ടെക്നോളജീസ് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡാണ് ഈ ECMA സ്ക്രിപ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ECMA വെച്ചുകൊണ്ട് നമുക്ക് ഓൾറെഡി ഇപ്പോൾ നമ്മൾ DOM CSS ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള കണ്ടൻറ്റിൽ മാനിപ്പുലേഷൻ നടത്താം, അതിനെ മൂവ് ചെയ്യാൻ പറ്റും, അതിലെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അതിലെ ഗ്രാഫിക്സ് ചേഞ്ച് ചെയ്യാം, അനിമേഷൻ കൊണ്ടുവരാം. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ECMA സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു 5 സ്റ്റാൻഡേർഡ് HTML, XML, CSS, DOM, ECMA സ്ക്രിപ്റ്റ്, ഇത്രയും സ്ക്രിപ്റ്റ്, ഈ 5 എണ്ണവുമാണ് നമ്മൾ വെബ് സ്റ്റാൻഡേർഡ്സ് ആയിട്ട് ഉൾക്കൊള്ളുന്നത്. ഈ 5 വെബ് സ്റ്റാൻഡേർഡ്സും ഒരു വെബ് പേജ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് വെബ് സ്റ്റാൻഡേർഡ്സ്. എന്തൊക്കെയാണ് വെബ് സ്റ്റാൻഡേർഡ്സിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്, എന്തിനാണ്, അല്ലെങ്കിൽ വെബ് സ്റ്റാൻഡേർഡ് കൊണ്ട് നമുക്ക് എന്താണ് കൂടുതൽ മെച്ചം ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഈസി ഫോർമാറ്റ് കൺവേർഷൻ. ഈസി ഫോർമാറ്റ് കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വെബ് പേജ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമാറ്റുകൾ കൺവേർട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതൊരു ഡാറ്റാ ബേസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ വേർഡ് ഡോക്യുമെൻറ്റിലേക്ക് മാറ്റാൻ, അല്ലെങ്കിൽ അതിനൊരു PPTയിലേക്ക് മാറ്റാനൊക്കെ വളരെ ഈസി ആയിട്ട് കഴിയും. അതായത് ഒരു വെബ് പേജിൻ്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് കൺവേർഷൻസ് നടത്താൻ ഈ വെബ് സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസിയാണ്. നെക്സ്റ്റ്, ഗ്രേറ്റർ വിസിബിലിറ്റി ഇൻ വെബ് സെർച്ചസ്. നമ്മളെപ്പോഴും ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിഫറെൻറ്റ് വെബ്സൈറ്റുകൾ കിട്ടുന്നത്, അല്ലേ? സോ ഇങ്ങനെ വെബ് സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വെബ് പേജ് ആണെന്നുണ്ടെങ്കിൽ അതിന് വെബ് സെർച്ചുകളിൽ വിസിബിലിറ്റി കൂടുതലായിരിക്കും. അതായത് അത് കറക്റ്റായിട്ട് ഇൻഡെക്സ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ അത്രയും കണ്ടൻറ് ബേസ്ഡ് ആയിട്ടുള്ളതായിരിക്കും. സോ അങ്ങനെ ഗ്രേറ്റർ വിസിബിലിറ്റി കിട്ടാൻ ഈ വെബ് സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് പറ്റും. നെക്സ്റ്റ് വൺ, ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഒരേപോലെ ആക്സസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഒരു വെബ് പേജിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ വെബ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു വെബ് പേജ് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ആക്സസിബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, കോംപ്രിഹെൻസീവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾക്ക് ഒരേ സമയം ഉണ്ടാക്കാനും അതേപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും ഉള്ളൊരു ഫെസിലിറ്റി ഈ വെബ് സ്റ്റാൻഡേർഡുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, കൃത്യമായി നമ്മൾ വെബ് സ്റ്റാൻഡേർഡ്സ് പഠിച്ചു വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഡിസൈനർക്കല്ല ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരുമിച്ചിരുന്നുകൊണ്ട് വെബ്സൈറ്റുകൾ ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഡിവൈസ് കോമ്പാറ്റബിലിറ്റി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെബ് സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എല്ലാ ഡിവൈസിലും ഒരേപോലെ നമ്മുടെ വെബ് പേജ് ഓപ്പൺ ആവാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐഫോണിലും ആൻഡ്രോയിഡിലും സിസ്റ്റത്തിലും ഒക്കെ നമുക്ക് ഒരേപോലെ ഓപ്പൺ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെബ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഫാസ്റ്റർ ലോഡിങ്.
നമ്മൾ ഈ വെബ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന വെബ് പേജുകൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ലോഡാവും എന്നുള്ളതാണ് വേറൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ് സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വെബ് പേജിൻ്റെ കളറ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റൈല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്ലെക്സിബിളായിട്ട് ചേഞ്ച് ചെയ്യാനും മോഡിഫൈ ചെയ്യാനൊക്കെ എളുപ്പമാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇൻഡെക്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഒരു വെബ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തുണ്ടാക്കുന്ന ഒരു വെബ് പേജ് എപ്പോഴും സെർച്ച് എഞ്ചിനുകളിൽ ഇപ്പോൾ ഗൂഗിളിൽ യാഹൂലൊക്കെ ആദ്യം തന്നെ വരാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാണ് പറയുന്നത്. അതായത് നല്ല ഫുൾ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തുണ്ടാക്കുന്ന വെബ് പേജുകൾ നമ്മളൊരു സെർച്ച് എഞ്ചിനിൽ ഇൻഡെക്സ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയാണ് അഡ്വാൻറ്റേജസ് ഓഫ് വെബ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വെബ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഈ 5 വെബ് സ്റ്റാൻഡേർഡ്സുകൾ എങ്ങനെയാണ് ഒരു വെബ് പേജിന് അഡ്വാൻറ്റേജ് ആവുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.